റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാനലിൽ 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ചെയ്ത ഒരു 5 കിലോ വാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 10 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തതാണ് ഈ ഒരു സിസ്റ്റം അവൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ പാനലോ MPPTയോ ബാറ്ററിയോ ഇൻവെർട്ടറോ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് മാത്രമേ വച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്താണെന്ന് പറയാം. ഈ 10 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന മൊത്തത്തിൽ ഏകദേശം 600-700 രൂപയ്ക്ക് അകത്താണ് ഈ 10 മാസം കൊണ്ട് കറണ്ട് ചാർജ് അടച്ചിരിക്കുന്നത്. കാര്യം ഇതിലൊരു മിനിമം ചാർജാണ് ഇത്രയും വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ഫുൾ ലോഡും ഈ ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണാം. കാര്യം സ്വന്തമായിട്ട് ചെയ്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാം. കാര്യം അന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഈ ഒരു 10 മാസം കൊണ്ട് ഇവിടെ ഈ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. കറണ്ട് ബില്ല് 700 രൂപയ്ക്ക് താഴെയാണ് കറണ്ട് ബില്ലും വന്നിട്ടുള്ളത്. 700 രൂപ എന്ന് പറയുന്നത് മിനിമം ചാർജാണ് വന്നിരിക്കുന്നത്. കാര്യം രാത്രി ആയി കഴിഞ്ഞാലും ഇവിടുത്തെ റിലേ ഇതിൻ്റെ MPPT റിലേ ഓഫ് ആവില്ല. കാര്യം ഫുള്ള് നമുക്ക് ഇതിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വച്ചിരിക്കുന്ന MPPT എന്ന് പറയുന്നത് ഗ്രീൻ 80 എന്ന ഒരു മോഡലാണ്. ഗ്രീൻ 80 എന്നൊരു മോഡൽ MPPT ആണ് ഇതിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യെല്ലോ 40 ബ്ലൂ 40 എല്ലാം സെയിം മോഡലാണ്. അപ്പം ഇതിലിപ്പം ബാറ്ററി വോൾട്ടേജ് 48 വോൾട്ടാണ്. 4 ബാറ്ററി സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 150 AH 4 ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് 57.5 വോൾട്ട്. സോളാർ ചാർജിങ് 13.9 ആംപിയർ. സോളാർ ഔട്ട്പുട്ട് 800 വാട്ട്സാണ്. 800 വാട്ട്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എക്സസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു AC റൺ ചെയ്തിട്ടുണ്ട്. AC ലോഡ് ചെയ്തൊക്കെയാണ്. ഇപ്പോൾ റിലേ ഓണാണ്. ബാറ്ററി ഫ്ലോട്ട് ചാർജിങ് ആണ് നടക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ളൊരു MPPT ആണ്. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു MPPTയിൽ വൈഫൈയും കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് അറിയാൻ പറ്റും. സോളാറിൽ നിന്ന് വരുന്ന വാട്ട്സും വോൾട്ടേജും യൂണിറ്റും ഫുള്ള് യൂണിറ്റും എല്ലാം നമുക്കറിയാം. ഇപ്പോൾ സോളാർ പീക്ക് 1745 വാട്ട്സാണ് ഇപ്പോൾ ഇതിൽ സോളാർ പീക്ക് കിട്ടിയത്. ഡെയിലി യൂണിറ്റ് 4 യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വൈഫൈയുടെ ആ സെറ്റപ്പൊക്കെ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ യെല്ലോ 40 ബ്ലൂ 40 എന്ന മോഡൽ പോലെ അല്ല ഈ ഒരു MPPT. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. പക്ഷേ കണക്ഷൻ കൊടുക്കുന്ന രീതിയെല്ലാം സെയിമാണ്. അപ്പോൾ ഇതിലിപ്പം നമുക്ക് 12 വോൾട്ട് ബാറ്ററി സിസ്റ്റം വരെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ട് 12 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 12 വോൾട്ടിൻ്റെ സിംഗിൾ ബാറ്ററി സിസ്റ്റമാണ് കൊടുക്കുന്നതെങ്കിൽ 15 വോൾട്ട് മുതൽ 55 വോൾട്ട് വരെ നമുക്ക് VOC നമുക്ക് കൊടുക്കാൻ പറ്റും. 24 വോൾട്ട് ബാറ്ററി സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കുന്നതെങ്കിൽ 30 മുതൽ 110 വോൾട്ട് വരെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. 2500 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. 36 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റമാണ് കൊടുക്കണമെങ്കിൽ 60 മുതൽ 150 വോൾട്ട് വരെ കൊടുക്കാം. 3500 വാട്ട്സ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ 48 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 48 വോൾട്ട് ആകുമ്പോൾ 48ൻ്റെ 4 ബാറ്ററി സിസ്റ്റമാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 60 മുതൽ 220 വോൾട്ട് വരെ നമുക്ക് പാനൽ VOC കൊടുക്കാം. 4500 വാട്ട്സ് വരെ ലോഡ് ചെയ്യാം. ഇവിടെ 4 പാനലാണ് വെച്ചിരിക്കുന്നത്. 550 വാട്ട്സിന് 4 പാനൽ. പിന്നെ നമുക്ക് 72 വോൾട്ട് ബാറ്ററി സിസ്റ്റം കൊടുക്കാം. അതായത് 90 വോൾട്ട് മുതൽ 220 വോൾട്ട് വരെ നമുക്കിതിൽ കൊടുക്കാം. 5500 വാട്ട്സ് വരെ നമുക്ക് പാനലിൽ ലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു MPPT ആണ്. SPS-ൻ്റെ MPPT ആണ്. ഗ്രീൻ 80 എന്ന് പറയുന്നൊരു 80 ആംപിയർ വരെ നമുക്കിതിൽ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ കണക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു കണക്ഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ MPPTയിലെ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചേഞ്ച് ഓവർ സ്വിച്ചാണ്. അതായത് നമ്മളെ ബൈപ്പാസ് ഇത് നമ്മളെ ഈ ഒരു സ്വിച്ച് മുകളിലോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ACയിലേക്കും താഴോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടറും സെൻറ്റർ ഭാഗത്തേക്ക് ഇതിൻ്റെ സെൻറ്ററായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KSEBയും ഇൻവെർട്ടറും ലോഡ് ചെയ്യില്ല, ഫുള്ള് ഓഫ് ആവും. അപ്പോൾ അങ്ങനെ ഒരു വൈഫൈ സ്വിച്ചാണ് അങ്ങനെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പം ഇതിപ്പം DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്, അതിലൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല. അതിൽ SPD വെച്ചിട്ടുണ്ട്, പിന്നെ DC ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇൻവെർട്ടറിലേക്ക് പോകുന്ന ലൈനിലേക്ക് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂസ് നിർബന്ധമില്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇൻവെർട്ടർ അത്യാവശ്യം നല്ല വിലയുള്ളത് കൊണ്ട് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോകുന്നതിനായിട്ടാണ് ആ ഒരു ഫ്യൂസ് വെച്ചിരിക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിലൊരു 3 LED കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇൻവെർട്ടറിൻ്റെ, ഒരെണ്ണം KICBയുടെ, ഇത് ഒരെണ്ണം നമുക്ക് ഈ ഒരു റിലേ ഓഫായി കഴിഞ്ഞാൽ വർക്കാവുന്നതിനായിട്ടാണ്, ഈ ഒരു പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേ ഓഫായി കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലേ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിലേ ഓഫായിട്ടുണ്ട്. റിലേ ഓഫായി കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്കാവും. അപ്പോൾ അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പം വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എർത്ത് ഇപ്പം എർത്ത് ബെഞ്ചൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എർത്ത് ചെയ്തിട്ടുണ്ട്. പാനൽ എർത്തും സ്ട്രക്ചർ എർത്തും ഇപ്പോൾ നമ്മൾ AC DC എർത്ത് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ അഡീഷണലായിട്ട് ഇപ്പം നമ്മൾ ഇതിലൊരു വോൾട്ട് മീറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. ആംബിയറും വോൾട്ടും യൂണിറ്റൊക്കെ അറിയാൻ പറ്റുന്ന മൾട്ടി ഫങ്ഷൻ ഡിജിറ്റൽ മീറ്റർ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണലായിട്ട് വെച്ചതാണ്, ഈ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ അഡീഷണലായിട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെർട്ടറിലേക്ക് പോകുന്ന ഒരു സെക്ഷനാണ്. ഇതിപ്പോൾ ഇൻവെർട്ടറിലേക്ക് പോകുന്ന ലൈനൊക്കെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ ഓഫ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷൻ നമുക്ക് KICBയിലോട്ട് ഉള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ KICB ഓഫാകും. ഇതിപ്പോൾ KICBയുടെ മീറ്ററാണ്. ഇത് വെച്ചിരിക്കുന്നത് KICBയുടെയാണ്. KICBയിൽ നിന്ന് ഇപ്പം വാട്ട്സ് ഒന്നും എടുക്കുന്നില്ല. ഫുള്ള് നമുക്കിപ്പം ഈ ഒരു ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണിത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇൻവെർട്ടറിൻ്റെയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻവെർട്ടറിൽ ആണ് ഇപ്പം 720 വാട്ട്സ് വരെ ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 ടണ്ണിൻ്റെ AC ഇപ്പം റൺ ചെയ്യുകയാണ്, അതാണ് 717 വാട്ട്സ് വരെ ഇപ്പോൾ ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ 717 വാട്ട്സ് ഇപ്പോൾ ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം, എക്സസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. 4 പാനലാണ്, 545 വാട്ട്സിൻ്റെ 4 പാനലാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സസ് ആണ് കാണിക്കുന്നത്. ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ AC ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തിയത്. അപ്പോൾ ഇപ്പം ഇവിടെ ശരാശരി ഇപ്പം കറണ്ട് ബില്ല് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മിനിമമാണ് വരണത്. ഈ 10 മാസം കൊണ്ട് 600-700 രൂപയ്ക്ക് താഴെയാണ് ഈ കറണ്ട് ബില്ല് ഇവിടെ ഫുള്ളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻവെർട്ടർ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കാണിക്കാം. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഇതാണ്, 5 കിലോ വാട്ടിൻ്റെ SPS-ൻ്റെ ഇൻവെർട്ടറാണ്. അപ്പോൾ ഇൻബിൽഡ് MPPT അല്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻബിൽഡ് MPPT ഉണ്ടായിട്ടും നമ്മൾ അഡീഷണലായിട്ട് MPPT വെച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സോളാർ ഇൻവെർട്ടർ ആണെങ്കിലും ഇൻബിൽഡ് MPPT അല്ല. കാര്യം ഇതിലിപ്പം സോളാറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ സോളാറിൻ്റെ ആ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ബാറ്ററി കറണ്ടിൽ നിന്ന് ചാർജ് ആകും. അതിനു വേണ്ടിയാണ് ആ ഒരു സ്വിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സോളാറിലേക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ സോളാർ മോഡലിലേക്ക് കിടക്കും. കാര്യം സോളാറിൽ നിന്ന് മാത്രമേ ബാറ്ററി ചാർജ് ആവും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൽ നിന്നും ബാറ്ററി ചാർജ് ആവും. അപ്പോൾ ഇപ്പോൾ ചാർജ് ആവില്ല, ബാറ്ററി ഫുള്ളാണ്. അപ്പം ബാക്കി ഓവർലോഡും സോളാർ മോഡ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, UPS മോഡ്. അപ്പോൾ ഇപ്പോൾ സോളാറിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു ഗ്രീൻ LED ഓണായി കിടക്കുന്നത്. രണ്ടാമത് UPS മോഡുണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്. 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറിനൊന്നും 10 മാസമായി. നല്ല രീതിയിൽ സൂക്ഷിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. പൊടി പോലും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലെപ്പോഴും ഒരു ഇതിൽ ഫാൻ ഉണ്ടെങ്കിലും ഇതിൽ അഡീഷണലായിട്ട് ഒരു ഫാൻ ഇതിൽ ഓണാക്കിയിട്ടിട്ടുണ്ട് പകൽ സമയത്ത്. കാര്യം ഫ്രീ ആയിട്ട് കറണ്ട് കിട്ടുന്നത് കൊണ്ട് ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇൻവെർട്ടർ നല്ല രീതിയിൽ കൂളിംഗ് ആവുന്നതിനായിട്ട്. ഈ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാന് ഓണാവും. പക്ഷേ ഇതിൻ്റെ ഫാൻ ഈ ഒരു 750 വാട്ട്സ് ലോഡ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ ഫാന് ഓണായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫാന് അഡീഷണലായിട്ട് ഇത്രയും എക്സസ്സായി പോകുന്നത് കൊണ്ട് ഓണാക്കി ഇട്ടിട്ടുണ്ട്. 2 ഫാൻ ഇവിടെ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രീയുടെ ഏരിയയും പാനലും ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ബാറ്ററി നമ്മളെ വീടിൻ്റെ പുറത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെയിലായതുകൊണ്ട് ഈ കാർബോർഡൊക്കെ വെച്ച് ഒന്ന് മൂടിയിട്ടിട്ടുണ്ട്. വാട്ടർ ലെവലെല്ലാം കറക്റ്റായിട്ട് നോക്കും. അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു 10 മാസമായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
അപ്പോൾ ഈ 4 ബാറ്ററി സിസ്റ്റമാണ്. 150 AH-ൻ്റെ 4 ബാറ്ററിയാണ് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത്. 48 വോൾട്ടായിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പാനൽ സെക്ഷൻ. അന്ന് കാണിച്ച അതേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. മൈക്രോടെക്കിൻ്റെ 4 പാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെയിലാണ് നമ്മൾ ഈ ഒരു പാനലിൽ കാണിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വാട്ട്സ് ഉണ്ട്. AC ലോഡ് ചെയ്തിട്ടും എക്സസ് വോൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. MPPT-യിൽ മൈക്രോടെക്കിൻ്റെ പാനലാണ്. 545 വാട്ട്സിൻ്റെ 4 പാനലാണ് ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത്. മൈക്രോടെക്കിൻ്റെ പാനൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനൽ തന്നെയാണ്. 2:30 മണിയായി, 2:34 അപ്പോൾ ഈ ഒരു സമയത്തും നമ്മൾ MPPT-യിൽ എക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ മൈക്രോടെക്കിൻ്റെ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. AC ലോഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 10 മാസം കൊണ്ട് ഏകദേശം 600 രൂപയ്ക്കകത്താണ് ഇവിടുത്തെ കറണ്ട് ബില്ല് വരുന്നത്. വാഷിംഗ് മെഷീൻ, AC, അങ്ങനെ എല്ലാ സാധനങ്ങളും, ഇൻഡക്ഷൻ കുക്കർ എല്ലാം നമ്മൾ ഈ ഒരു 5 കിലോ വാട്ടിൽ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെയിലൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം നമുക്ക് കറണ്ട് ചാർജൊക്കെ കുറയ്ക്കാം. ചെറിയൊരു സിസ്റ്റം ആണെങ്കിലും സോളാർ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.